രാഹുൽ ഗാന്ധി പറയുന്ന ഓരോ നുണകളും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്നതും. നിലവിൽ ഏറ്റവും പ്രധാന വാർത്ത എന്നാൽ രാഹുൽ ഗാന്ധി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ലോക്കോ പൈലറ്റുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു വാർത്ത ഉൾപ്പെടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏറ്റവും പ്രധാന വിഷയം രാഹുൽ ഗാന്ധി കണ്ടത് യഥാർത്ഥ ലോക്കോ പൈലറ്റുമാരെ അല്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതാണ് നിലവിൽ ഏറ്റവും പ്രധാന വിവാദമായി കൊണ്ടിരിക്കുന്നത്. വിവാദമായതോടെ നോർത്ത് റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ദീപക് കുമാർ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി സംവദിച്ച ലോക്കോ പൈലറ്റുമാർ തങ്ങളുടെ ലോബിയിൽ നിന്നും ഉള്ളവരല്ലെന്ന് ദീപക് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. 8 ക്യാമറാമാൻമാരും ഒരു ഡയറക്ടറുമായിട്ടാണ് രാഹുൽ ലോക്കോ പൈലറ്റുമാരെ കാണാൻ വന്നതെന്ന് BJP ആരോപിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തിയ രാഹുൽ ഗാന്ധി ജീവനക്കാരുടെ ലോബി സന്ദർശിച്ചു. രാഹുലിനൊപ്പം 7 മുതൽ 8 ക്യാമറമാൻ വരെ ഉണ്ടായിരുന്നു. ലോബിയിൽ നിന്ന് പുറത്തു വന്ന രാഹുൽ ഏതാനും പേരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 8ഓളം ജീവനക്കാർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇവർ തങ്ങളുടെ ലോബിയിൽ നിന്ന് ഉള്ളവരല്ല എന്ന് രാഹുലിനൊപ്പമുള്ള 8ഓളം ക്യാമറമാരും ഷൂട്ട് ചെയ്യുകയും റീൽ ചിത്രീകരിച്ചു എന്നാണ് ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസറായ ദീപക് കുമാർ വ്യക്തമാക്കുന്നത്. ലോക്കോ പൈലറ്റുമാർ തങ്ങളുടെ ലോബിയിൽ നിന്ന് ഉള്ളവരല്ല എന്ന് ദീപക് കുമാർ തന്നെ പറയുന്നുണ്ട്. പുറത്തുനിന്ന് എത്തിയവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ആണ് 2 ദിവസമായി നിന്ന ഒരു വിവാദങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടിയിരിക്കുന്നത്. അത് BJPയോ മറ്റ് പ്രതിപക്ഷ പാർട്ടിയോ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിലെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രാഹുൽ കണ്ട ലോക്കോ പൈലറ്റുമാര് ഞങ്ങളുടെ ജീവനക്കാരല്ല, പുറത്തുനിന്ന് ഇതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു PR ടീമാണ് എന്ന് റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ദീപക് കുമാറിന്റെ വ്യക്തമാക്കിയതിന് പിന്നാലെ രാഹുൽ റെയിൽവേ സ്റ്റേഷനിൽ ജീവനക്കാർക്കൊപ്പമുള്ള വിവിധയിടങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ Xൽ പ്രചരിപ്പിച്ചു. രാഹുലിനൊപ്പമുള്ള ക്യാമറമാൻമാരുടെ എണ്ണമടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ BJP അനുകൂല ഹാൻഡിലുകളിലായിട്ട് BJPയും തിരിച്ചടിച്ചു. ഈ വീഡിയോ പങ്കുവെച്ച വിമർശനവുമായി BJP IT സെൽ കൺവീനർ അമിത് മാളവിയ രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ എത്തിയത് ക്യാമറമാൻമാരും സംവിധായകനുമായിട്ടാണെന്ന് ആരോപിച്ച് മാളവിയ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് യഥാർത്ഥ ലോക്കോ പൈലറ്റുമാരല്ല എന്ന് ആരോപിക്കുന്നുണ്ട്. രാഹുലിന്റെ ടീം എത്തിച്ച പ്രൊഫഷണൽ അഭിനേതാക്കളെയാണെന്ന് സാധ്യതയെന്നും മാളവിയ Xൽ കുറിക്കുന്നുണ്ട്. രാഹുലിനെതിരെ വിമർശനവുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിട്ട BJPയിലെത്തിയ രാധിക രേഖയും രംഗത്തെത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് റീൽസ് ഉണ്ടാക്കുന്ന തിരക്കിലാണെന്നും രാധിക പരിഹസിച്ചു. അദ്ദേഹം നാടകം കളിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾ കേൾക്കണമെങ്കിൽ അദ്ദേഹം ക്യാമറാമാനുമായിട്ടല്ല വരണമായിരുന്നത്. ലോക്കോ പൈലറ്റുമാരെ ആത്മാർത്ഥമായി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണമായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയേണ്ടതായിരുന്നു. ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ നിന്ന് 50ഓളം പേരെ രാഹുൽ ഗാന്ധി കണ്ടുവെന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത്. അതാണ് ഇവിടെ ആ കള്ളത്തനമാണ് ഇവിടെ പൊളിഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ രാഹുൽ ഗാന്ധി ഈ പാടത്ത് നിന്ന് കൃഷിയുടെ ഞാറൊക്കെ എടുക്കുന്നതിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് അവസാനം കണ്ടുപിടിച്ചതിൽ അതൊരു ഫോട്ടോഷൂട്ടാണെന്ന് വ്യക്തമായി.